ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ തയ്യാറാക്കുന്നത് അധികം സ്പൈസിനെസ് മസാലയൊന്നും കഴിക്കാൻ സാധിക്കാത്ത ആൾക്കാർക്ക് കഴിക്കാവുന്ന ഏറ്റവും നല്ലൊരു ഫിഷ് കറിയാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ തയ്യാറാക്കുന്നത്. സാൽമൺ മൊയ്ലി കറി. ഹായ് ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് മോൻസി. വെൽക്കം ടു മൈ വീഡിയോ. അപ്പോൾ അതിനായി ഫ്രണ്ട്സ് ഞാൻ 3 പീസ് സാൽമൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം ഉപ്പ്, മഞ്ഞൾപ്പൊടി, അല്പം ലൈം ജ്യൂസ്, അല്പം ഓയിൽ എന്നിവ ചേർത്ത് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഒരു പാൻ ചൂടാക്കി അല്പം മസ്റ്റർഡ് സീഡ്, കൊച്ചുള്ളി, കറി ലീവ്സ്, അല്പം ഡ്രൈ ചില്ലി എന്നിവ ചേർത്ത് നമുക്ക് ദടുക്ക തയ്യാറാക്കി വെക്കാം. ഇപ്പം നമ്മുടെ ദടുക്ക റെഡിയാണ്. ആ തയ്യാറാക്കിയതിന് ശേഷം നമുക്ക് ആ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ആ പാൻ ചൂടാക്കി അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ആ സാൽമൺ നമുക്ക് നന്നായിട്ട് സീൽ ചെയ്തെടുക്കാം. എല്ലാ ഭാഗവും അപ്പ് ആൻഡ് ഡൗൺ എല്ലാ ഏരിയയും നമുക്ക് നന്നായിട്ട് സീൽ ചെയ്തെടുക്കാം. ഇപ്പം അത് നന്നായിട്ട് സീലായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആ സീൽ ചെയ്ത സാൽമൺ നമുക്കൊരു പാനിലേക്ക് വെച്ച് കൊടുക്കാം. ആ പാനിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് അല്പം കൊച്ചുള്ളി, പിന്നെ അല്പം ജിഞ്ചർ, ഗാർലിക്ക് എന്നിവ ജൂലിയൻസ് ചെയ്ത അത്, പിന്നെ അല്പം ചില്ലി സിൽറ്റ് ചെയ്തത്, അല്പം ഉപ്പ്, അല്പം മഞ്ഞൾപ്പൊടി, അല്പം തേങ്ങാപ്പാൽ, നമുക്ക് അല്പം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. പിന്നെ അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് സ്ലൈസ് ചെയ്ത മാങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അല്പം ലൈം ജ്യൂസ്, അതിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി അല്പം ലൈം ജ്യൂസ്, അധികം വേണ്ട, അല്പം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം എല്ലാം മിക്സ് ആയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കുക്കിങ്ങിന് വേണ്ടി വെക്കാം. അടച്ച് നമുക്കൊരു 20 മിനിറ്റ് കുക്കാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ കറി റെഡിയായി കുക്കായി ഇട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ ദടുക്ക നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ കറി റെഡിയാണ്. ഇതിനുശേഷം നമുക്ക് ഇപ്പോൾ തന്നെ നമ്മുടെ കറി നന്നായിട്ട് ടെക്സ്ചറൊക്കെ നല്ല ഫ്ലേവറൊക്കെ ജിഞ്ചറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റിലേക്ക് മാറ്റി ഗ്രേവിയൊക്കെ ചേർത്തതിന് ശേഷം അല്പം കൊറിയാണ്ടർ ലീവ്സ് നമ്മൾ അതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഗാർണിഷായിട്ട് വിതറി കൊടുക്കാം. ഇപ്പം നമ്മുടെ സാൽമൺ കറി റെഡിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ സാൽമൺ മൊയ്ലി കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം അടുത്തൊരു നല്ല വീഡിയോയിലൂടെ കാണാം. താങ്ക് യു വെരി മച്ച്.